അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം വളരെ വിചിത്രമായ നടപടികളിലൂടെയാണ് ആ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ തന്നെ, വിശേഷിച്ച് ഫലസ്തീൻ വിഷയത്തിൽ വിവിധ സമയങ്ങളിൽ വിവിധങ്ങളായ നിലപാടുകളാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്നുള്ളത്, ഞാൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഗസയിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അല്ലെങ്കിൽ ഗസയെ ഞാൻ ആളില്ലാ തുരുത്താക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനമാണ് ആദ്യം ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. അതിനുശേഷം ഞാൻ ഗസയെ പൂർണ്ണ നരകമാക്കി തീർക്കുമെന്നുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യം എന്നുള്ളത് ഇതുവരെ അമേരിക്കൻ ചരിത്രത്തിൽ കാണാത്ത ഒരു തീരുമാനമാണ്. അതായത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ മായി സഹകരിക്കുന്ന ആളുകളെയും വ്യക്തികളെയും അദ്ദേഹം ഉപരോധം ഏർപ്പെടുത്താനുള്ള ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമായിട്ട് അത് വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിനുമെതിരെ യുദ്ധക്കുറ്റം ചുമത്തുകയും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹേഗിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഈ ഒരു സമയത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ഗസയിൽ നടത്തിയ വംശഹത്യക്കെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടികൾ നേരിടാൻ ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും നേരിടേണ്ടി വരുമെന്നുള്ള സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴ് അതിന്റെ ഒരു സാഹചര്യം മാറി ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുകയാണ്. ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കുറ്റങ്ങളെ വിചാരണ ചെയ്യാനും അങ്ങനെ കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനുമുള്ള ഒരു സംവിധാനമായിട്ടാണ് UN നേതൃത്വത്തിലുള്ള ഇത് പ്രവർത്തിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു കാര്യം കൂടി ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അതിന് പിന്തുണ നൽകുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ആളുകൾക്കും യാത്രാ ഉപരോധം, സാമ്പത്തിക ഉപരോധം, അതുപോലെ തന്നെ മറ്റു എല്ലാ ഉപരോധങ്ങളും നടത്താനുള്ള ഒരു തീരുമാനമാണ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഇത്തരം കാര്യങ്ങളിൽ ഉപരോധത്തിന്റെ ഭാഗമായി ഇത്തരം ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ തീരുമാനം എന്നുള്ളത്. എന്നാൽ യൂറോപ്യൻ യൂണിയനും മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങളും ഈ ഒരു കാര്യത്തെ എതിർത്തുകൊണ്ട് നിലവിൽ വരികയും ലോകത്ത് നീതി സ്ഥാപിക്കാനുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പിന്തുണ തങ്ങൾ നൽകുമെന്ന് യൂറോപ്യൻ യൂണിയനും മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങളും അത്തരം ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹുവും അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയവും ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതായത് അന്താരാഷ്ട്ര വ്യവസ്ഥിതികൾ പൂർണ്ണമായിട്ടും തകർക്കപ്പെടുന്ന രീതിയിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു തീരുമാനത്തെ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും സമ്പൂർണമായി സ്വാഗതം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അവരാണ് ഇവർക്ക് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനത്തെ പിന്തുണച്ച ലോകത്തിലെ ഒരേ ഒരു വിഭാഗം എന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം വളരെ വിചിത്രമായ കാര്യങ്ങളാണ് അമേരിക്കയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സംവിധാനം, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ സംവിധാനം ഒക്കെ വളരെ വിചിത്രമായിട്ടാണ്. ഇതുവരെ അമേരിക്കൻ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ, അവിടെ കുടിയേറ്റക്കാരെ ഒന്നടക്കം ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് അതിനെ അപമാനിച്ച രീതിയടക്കം കഴിഞ്ഞ ദിവസം വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ഇത്തരം അമേരിക്കയുടെ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ കൂടിയുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഗസയെ ഇസ്രായേൽ പൂർണ്ണമായിട്ടും കീഴടക്കിയതിനു ശേഷം അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ആട്ടിപ്പായച്ചതിനു ശേഷം അത് തങ്ങൾക്ക് നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപ് മറ്റൊന്ന് നടത്തിയിരിക്കുന്നത്. അതായത് ഗസയിലെ ജനങ്ങളെ പൂർണ്ണമായിട്ടും ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ മാറ്റിപ്പാർപ്പിക്കും. അവിടെ ഇസ്രായേൽ അതിന് കീഴടക്കിയതിനു ശേഷം അമേരിക്കക്ക് ആ സ്ഥലങ്ങൾ കൈമാറും എന്നുള്ള ഒരു അത്തരത്തിൽ ഒരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗസയെ സംബന്ധിച്ചിടത്തോളം, ഫലസ്തീനിയൻ പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം, ഫലസ്തീനിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 75 വർഷമായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്നാഹമുള്ള
വിഭാഗങ്ങൾക്കെതിരെ അവരുടെ ആത്മധൈര്യം കൈമുതലാക്കി ചെറുത്തുനിൽപ്പുകൾ നടത്തുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ജോർദാനും ഈജിപ്തും അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ അമേരിക്കയുമായി നല്ല നയതന്ത്ര ബന്ധത്തിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ജോർദാനും സൗദിയും, അല്ലെങ്കിൽ ഈ ഇത്തരം ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഈ ഫലസ്തീനികളെ ഗസയിൽ നിന്നും മാറ്റണമെന്നുള്ള ഈ ഒരു തീരുമാനത്തിനെ എതിർത്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു തീരുമാനങ്ങളാണ്. അതുകൂടാതെ തന്നെ ഇപ്പോഴും ഗസയിലുള്ള പുനർനിർമ്മാണ പ്രക്രിയയിൽ അത്യാവശ്യമായി കൊണ്ട് തന്നെ അവിടെ 10,000-ത്തിലധികം ടെന്റുകൾ വേണമെന്ന് ഗസയിലുള്ള സിവിൽ ഡിഫൻസ് അതുപോലെ തന്നെ അവിടുത്തെ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അടിയന്തിരമായി 10,000-കണക്കിന് ടെന്റുകൾ അവിടെ എത്തിച്ചാൽ മാത്രമേ പുനർനിർമ്മാണത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ ഈ ഒരു അതിജീവനത്തിന് ആവശ്യമായ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ വഴി UN-നെയും ബന്ധപ്പെട്ട ഏജൻസികളെയും ലോകരാഷ്ട്രങ്ങളെയും അവിടുത്തെ സിവിൽ ഡിഫൻസും മറ്റ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളും പറഞ്ഞിരിക്കുന്നത് 10,000-ത്തിലധികം ടെന്റുകൾ അത്യാവശ്യമായി തന്നെ ഗസയ്ക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. എന്നാൽ വെസ്റ്റ് ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ഇസ്രായേൽ അതിക്രമം തുടരുകയാണ്. ഗസയിൽ എന്താണോ ഇസ്രായേൽ അവസാനിപ്പിച്ചത് അതിപ്പോൾ വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ ഫലസ്തീനികളുടെ വീടുകളിലേക്ക് ഇസ്രായേൽ സേന ഇരച്ചെത്തുന്നു, അവിടെയുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്നു, അവിടുത്തെ മുഴുവൻ സാമഗ്രികളെയും തകർക്കുന്നു. അങ്ങനെയുള്ള പരസ്പരം ഏറ്റുമുട്ടലുകൾ, അല്ലെങ്കിൽ ഈ ഫലസ്തീൻ ജനതയ്ക്ക് നേരെ വെടിവെപ്പുകൾ നടത്തുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുൽക്കറമിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലുള്ള മറ്റു നബ്ലസിലും മറ്റു പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗസയിൽ ഇസ്രായേൽ എന്താണോ അവസാനിപ്പിച്ചത് അത് മറ്റൊരു പതിപ്പായി വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗസയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ഹമാസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ ചെറുത്തുനിൽപ്പുകൾ സാധ്യമാക്കി 1.5 വർഷത്തോളം ഇസ്രായേലിന് മുമ്പിൽ ചെറുത്തു നിന്നതിന്റെ ബാക്കിയായിട്ട് ഇസ്രായേലിന് അവിടെ നിന്ന് പിന്തിരിയേണ്ടി വന്നു. പക്ഷേ ഇവിടെ വെസ്റ്റ് ബാങ്കിലേക്ക് എത്തുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതും ഓസ്ലോ കരാറിന്റെ ഭാഗമായിട്ട് അവിടെ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ മുഖാന്തരം അവിടെയുള്ള ചെറുത്തുനിൽപ്പുകളെ ദുർബലമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞതും ഇത്തരം വലിയ അതിക്രമം നടത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ മുഴുവൻ കരാറുകളെയും റദ്ദു ചെയ്യുന്ന രീതിയിൽ കുടിയേറ്റങ്ങൾ വെസ്റ്റ് ബാങ്കിലെമ്പാടും വ്യാപിക്കുകയും ഫലസ്തീനികളുടെ ഭൂമിയും വീടും കയ്യേറുകയും അവിടങ്ങളിൽ നിന്നുള്ള ആളുകളെ ഏത് സമയത്ത് പിടിച്ചു കൊണ്ടുപോകാൻ ഇസ്രായേലിന് സാധിക്കുന്ന രീതിയിൽ ഉള്ള സാഹചര്യങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലും നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി ഈ ഫലസ്തീൻ വിഭജന പോരാട്ടത്തിൽ വളരെ നിർണായകമാണ്. നേരത്തെ തന്നെ ഇസുദ്ദീൻ അൽ ഖസ്സാം, ഹമാസിലെ ഇസുദ്ദീൻ അൽ ഖസ്സാമും ഹമാസും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്നുള്ളത് വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമാക്കി മസ്ജിദുൽ അഖ്സ അടക്കം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ആസ്ഥാനമാക്കി ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം എന്നുള്ള പ്രഖ്യാപനമാണ്. അത്തരം ഒരു പ്രഖ്യാപനമാണ് ഹമാസും ബന്ധപ്പെട്ട ഇസുദ്ദീൻ അൽ ഖസ്സാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു ഈ ഒരു തുഫാനുൽ അഖ്സ എന്നുള്ളത്. അതിന്റെ തുടർ പോരാട്ടങ്ങൾ തുടരുമെന്നുള്ള പ്രഖ്യാപനമാണ്. ഇതിനിടയിലാണ് വെസ്റ്റ് ബാങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ US അംബാസഡറായിരുന്ന ഫൈസൽ രാജാവിന്റെ മകൻ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ്. അത് ഐഫയും ജാഫ്നയും അടക്കമുള്ള പ്രദേശങ്ങൾ അത് ഫലസ്തീനികളുടേതാണ്. അതുകൊണ്ട് തന്നെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധക്കുറ്റങ്ങൾ മുഖാന്തരം ഫലസ്തീനികളെ മാറ്റണമെങ്കിൽ അവിടെ ജാഫ്നയിലും അല്ലെങ്കിൽ ഈ ഐഫയിലും ഒക്കെ താമസിപ്പിക്കട്ടെ. അതൊക്കെ ഇസ്രായേൽ അതിക്രമം നടത്തി കയ്യേറിയ ഫലസ്തീനികളുടെ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഇവരുടെ മാറ്റിപ്പാർപ്പിക്കലുകൾ നടത്തട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് ഫൈസൽ രാജാവിന്റെ മകനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ വിവിധങ്ങളായ ആളുകൾ വിവിധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം റഷ്യയിൽ വെച്ച് ഹമാസിന്റെ പ്രതിനിധികളും റഷ്യൻ
വിദേശകാര്യ വിഭാഗവും നടത്തിയ ചർച്ചയിൽ ഗസയിലുള്ള പുനർനിർമ്മാണവും ഇനി ഈ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലും അമേരിക്കയും നടത്താൻ പോകുന്ന പദ്ധതികളെ കുറിച്ചുള്ള കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫലസ്തീൻ വിഷയം ലോകത്തിന് മുമ്പിൽ ഇപ്പോഴും നിർണായകമായ ഒരു സംഭവമായി നിലകൊള്ളുകയാണ്. പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ടുള്ള സമാധാനം ആവശ്യമാണെങ്കിൽ, ലോകത്തിലുള്ള സമാധാന ശ്രമങ്ങൾ പുനരാരംഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സുഗമമായി നടക്കണമെങ്കിൽ ഈ ഫലസ്തീൻ വിഷയത്തിലെ കാര്യങ്ങൾ അവസാനിക്കേണ്ടതുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കേണ്ടതുണ്ട്. ലോകക്രമം പൂർണ്ണമായിട്ടും ഇസ്രായേലും അമേരിക്കയും പറയുന്നിടത്ത് അവസാനിക്കുന്ന സാഹചര്യം ഇല്ലാതാവുകയും ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര വിമോചന രാഷ്ട്രം ഉണ്ടാകുന്നത് വരെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് എന്നതാണ് ഇത് ഒന്നുകൂടി സൂചിപ്പിക്കുന്നുള്ളത്.